мне вышли во хозяева, здесь пулей на голову. Бой на голову. Закипала на раздел, а струна дым валил по трубам. И гудела вся тюрьма до 3 прута и 2 кола. വണ്ടി ഒതുക്കിട്ടോ ഞാൻ പറയുമ്പോ എല്ലാരും ഒപ്പം ഇറങ്ങണേ. എല്ലാരും ഒപ്പം ഇറങ്ങിക്കോണേ. വണ്ടി ഒതുക്കിട്ടില്ലേ? ഓക്കെ, ഞാൻ പറയുമ്പോ എല്ലാരും ഒപ്പം ഇറങ്ങിക്കോണേ. 3, 2, 1 സ്റ്റാർട്ട്. എടാ കൊമ്പനെ ജിച്ചിയും കൊണ്ട് വന്നടാ. മുന്നോട്ട് നടക്കും. ഈ തെങ്ങിന്റെ ഇടയിൽ കൂടെ പോ. കിട്ടി പൊക്കി കിട്ടി. എല്ലാരും വെൽക്കം ചെയ്യുന്നു. എല്ലാരും എല്ലാരും നല്ല രീതിക്ക് വരണേ. അരികളൊക്കെ ചുട്ടപ്പം അതിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം. കല്യാണത്തിന് ഇങ്ങനത്തെ മാറ്റാ. ഇത് എന്തിനടേ നമുക്ക് പറ്റി നമ്മുടെ വണ്ടിയൊക്കെ ഡിലീറ്റ് ആക്കുവോ? ഫുഡിലോട്ടൊന്ന് തുടങ്ങാം. ആദ്യം തന്നെ നിങ്ങൾക്ക് തിന്നണം, നിങ്ങൾ തന്നെ ഉണ്ടാക്കാൻ. ആദ്യം ഒരു റൗണ്ട് വന്ന വഴി ചെപ്പ് തീർക്കണം നമ്മള്. ഈ എല്ലാരും സീറ്റ് ഇരിക്കുക. എല്ലാരും സീറ്റ് ചെയ്യാം. പേര് വിളിക്കുന്ന അവിടെ വന്നിട്ട് തെറി പറയുന്നു. എല്ലാരും സീറ്റ് എടാ എല്ലാരും അടുത്ത് പറയാണ് സീറ്റിൽ പോയിട്ട് കണ്ണടിച്ചിട്ടിരുന്നു, അൾട്ടടിച്ചിട്ടിരുന്നേ. ടേക്ക് സീറ്റ്. എല്ലാരും സീറ്റ് ഇരിക്കണേ. ഇരിയടാ കടവെന്ന് പറഞ്ഞോണ്ട് കിടക്കട. ഇരിക്കുന്നുണ്ട്. എടുത്ത് ഞാൻ പിടക്കും. ഞാൻ നമ്മളിരിക്കാറായിട്ടില്ല. ഫുഡ് ഈ ഫുഡൊന്നും എനിക്ക് ഞാൻ മാച്ചോ മാത്രമേ കഴിക്കൂ. എവിടെ പെണ്ണെവിടെ? എടാ റബാടെ സീറ്റ് ഇരിക്കടാ. കാറ്ററിംഗ് പോയി. നമ്മളെല്ലാം ഒരേ ഡ്രസ്സാണ്. നിങ്ങളുടെ കാറ്ററിംഗ് പോയി. നീ അവിടെ കേറി എന്റെ വായിരിക്കുന്നല്ലേ ഇപ്പൊ നീ കേക്കും. കാറ്ററിംഗ് ബോയ് എനിക്കില്ലേ? Yo, my girlfriend. പിന്നല്ലേ ഞാനതല്ലേ പറഞ്ഞത്. ഈ സമയമാകുമ്പോ നമ്മക്കങ്ങ് 3 രൂപ. അതാകുമ്പോ ഇനി വലിയ ചെലവൊന്നുമില്ല. ഇതിലങ്ങ് പൊക്കോളും. നമ്മുടെ വരുത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ 2 സൈഡിലായിട്ട് നിക്കാൻ പറയാം. നമുക്ക് രാശിനെ നടക്കും. ഇവിടെ ഈ ലൈനായിട്ട് നിൽക്കാൻ വേണ്ടി പറയാനാ. എല്ലാരും നീച്ചടാ. എടാ ഈ ഇതിന്റെ എൻട്രൻസിൽ രണ്ട് ലൈനായിട്ട് ഇങ്ങനെ അങ്ങ്
നിൽക്കുന്ന എല്ലാരും. ഇതിന്റെ അപ്പുറം ഇതിന് നടുവ് കൂടെ ആക്കി നടന്നു പോകാനാണ്. ഇപ്പഴും കുറച്ച് ആൾക്കാർ തന്നെ ലൈനായിട്ട് നിൽക്ക്. ആ ഇനായത്തിന്റെ അവിടെ നിന്ന് നടന്നു, മാലിക്കിന്റെ അവിടെ നിന്ന് അങ്ങനെ നിക്കടാ. ഇങ്ങനെ ലൈനായിട്ട് നിൽക്കാനല്ലടാ, അങ്ങനെ മാലിക്ക് നിൽക്കുന്ന എനിക്ക് നാക്കുണ്ടല്ലോ ചോദിക്കാൻ ഞാൻ ഇതിന് പറഞ്ഞ കുറവുണ്ട്. ഏതാണ്ട് കിട്ടാൻ ടൈമായിട്ടാ നല്ല പാട്ടല്ലേ വിഷയം അത് വിളിച്ചല്ലേ, അത് വിളിച്ചു പാട്ട് വേണമായിരുന്നു, കുറച്ചുകൂടെ ബാക്കി പാട്ട് പോട് പാട്ട് പോട് ധീമാ അനുഗ്രഹാണ്. അങ്ങനെ പാടരുത്. എല്ലാ അനുഗ്രഹം ഉണ്ടാവും മക്കളെ. എങ്ങനെയുണ്ട് നമ്മളെ കോസ്റ്റ്യൂമൊക്കെ? റേറ്റ് കൂടിയതാണ് കോസ്റ്റ്യൂമൊക്കെ. ഒന്നും നോക്കിയില്ല, നമ്മൾ ഫുള്ള് ഡയമണ്ട് വെച്ചങ്ങ് പിടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നെക്സ്റ്റ് പരിപാടി? നമ്മളെ നല്ല ടീം ചെയ്യുക. ഒറ്റ കുടുംബം 2 കല്യാണം, അതല്ലേ നല്ലത്. മൂന്നാക്കിയല്ല ഊക്കറോക്കിന്റെ 1 മാസത്തേക്ക് ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടു. കൊമ്പൻ 3 എന്ന് പറഞ്ഞത് ഊക്കറിന്റെ അല്ല, വേറെ പണിയൊന്നുമില്ല. കൊമ്പൻ 3 എന്ന് പറഞ്ഞ ഊക്കറിന്റെ കല്യാണം അല്ല. നിന്റെ നീ ആരെ കിട്ടും ഇനിയിപ്പോ? ഓക്കെ, എന്താണ് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ? എന്തൊരു പ്ലാൻ ഉണ്ടോ? ഇതൊക്കെ ചൊല്ലിക്കൊടുക്ക. അച്ഛനാ വേണ്ടി ഞാൻ അമ്മേനെ വിളിച്ചില്ല, അച്ഛനെ മാത്രമേ വിളിച്ചുള്ളൂ. അമ്മേനെ വിളിച്ചില്ല, അച്ഛനെ മാത്രം. അല്ല മോളെ അച്ഛനില്ല, വന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. മേടിക്കുന്നേ അച്ഛനില്ലേ? അല്ല കുട്ടിയുടെ വീട്ടുപേരെന്താ? ഇല്ല വീട്ടുപേരില്ലേ? അല്ല ഫുൾ നെയിം എന്താ? റാഷയുടെ ഫുൾ നെയിം എന്താ?
ചെക്താമാടി DJ ചെക്താമാടി തന്നെ പറഞ്ഞോണേ. അതല്ല മന്ത്രം ഓക്കെ ആണോ? ആയില്ല കുര്യാച്ചനായില്ല. കേൾക്കുന്നുണ്ടോ? TJ ഫാമിലിയുടെ റാഷയ്ക്ക് സമ്മതമാണോ? ഈ നിൽക്കുന്ന റാഷയെ കല്യാണം കഴിക്കാൻ മാഡന് സമ്മതമാണോ? പൊട്ടാ മോതിരമാടാ. അപ്പോൾ എന്നാൽ മോതിരം മാറൂ, എക്സ്ചേഞ്ച് ചെയ്യൂ. കൊടു ഈ സമയത്ത് പാട്ടിടാൻ പാട്ടില്ലേ? ഈ ഒരു നല്ലൊരു സമയത്ത് എല്ലാവർക്കും നമുക്ക് മാടനും എല്ലാരും ക്ലാപ്പ് ചെയ്യടാ. കേക്കോ? പുറകെയുള്ള പോസും കൊള്ളാല്ലേ എന്റെ എന്റെ പുറകെയുള്ള? വലിയ രസമില്ല. മോതിരം കൊടുത്ത് ഇനീച്ച മുട്ട് വേനിക്കണ്ട. അതറിഞ്ഞോളൂ. കൊമ്പാച്ച ഭൂമിയെ പ്രപ്പോസ് ചെയ്യാൻ എന്നോട് പ്രപ്പോസ് ചെയ്ത ഇവിടെ പറഞ്ഞ കിട്ടില്ല. അവരുടെ പോയി പറഞ്ഞു മാറ്റിയെടുത്ത് അങ്ങോട്ട് മാറ്റിയെടുത്തേ. ഇവിടെ ഈ എവിടെ പെണ്ണ് ആര് പോണ്ട വീട്ടി ഞാൻ നിന്റെ അടുത്ത് ആദ്യം തന്നെ ഒരു ഒരുപാട് നാളുകളായിട്ട് ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം മറക്കുന്നുണ്ടായിരുന്നു. എനിക്കതിപ്പോ എന്റെ എന്റെ ഫാമിലിയുടെ ഒപ്പം അത് നിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. നീ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഐ വാണ്ട് ടു പ്രപ്പോസ് യു. ഐ ലവ് യു. വിൽ യു മാരി മീ? ഭൂമി റിപ്ലൈ കൊമ്പനി പെണ്ണായേ. അയ്യോ ചായ കല്യാണം ചായ ഇതാരും ഈ ഐഡി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഊമ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിടാ പെണ്ണായി ഊമ്പിക്കഴിക്കുന്നത്. റിജക്ട് ചെയ്യുമ്പോ ഊമ്പിച്ചെന്ന് പറയാൻ വേണ്ടി ചെയ്യുന്നതായിരുന്നു. അല്ല ഇനിയിപ്പോ എല്ലാ ദിവസം 10 മണി പോയാ കുമ്പാച്ചവിടെ മറ്റേ കാലുകൊണ്ട് മറ്റേ താഴത്തൊക്കെ വരച്ച് ഭൂമി അങ്ങ് ഷോക്കായില്ലേ? ഭൂമി
ഇല്ലാതായി പോയി കൊമ്പാച്ച இதுக்கப்புறம் நம்மள செட் பண்றேன் எஸ் 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 ஓகே ഇത് ഇങ്ങനെ അല്ലാണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച ഇങ്ങനെയല്ല എനിക്കൊരു കാര്യം പറയാം സ്ക്രിപ്റ്റിംഗ് അവളെടുത്ത് യെസ് ഞങ്ങള് ചുമ്മാ പറയാൻ പറഞ്ഞേ കൊമ്പനങ്ങ് കോശിച്ചല്ലേ വാ പരിപാടി വാ 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 പരിപാടി അഖിലെ ഗുഡ് പ്ലാൻ ഇച്ചായ ശരിക്കും അവള് നിങ്ങള് പറഞ്ഞതാ കൊമ്പ എനിക്കറിയത്തില്ല ഞാൻ ചുമ്മാ ഇത് വന്ന അവരുടെ ഫംഗ്ഷൻ ശരിക്കും അവള് എല്ലാരും സീറ്റി കയറുന്നേ എല്ലാരും സീറ്റി കയറുന്നേ എല്ലാരും സീറ്റി കയറി എല്ലാരും ലാസ്റ്റ് സീറ്റി കയറിടാ രണ്ടും പോടാ കൊടുക്കാം സീറ്റി പോയിടാ അപ്പം നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി അടുത്ത് പറയാം. എനിവേ കൺഗ്രാറ്റ്സ് ഗൈസ്. ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിവേ കൺഗ്രാറ്റ്സ്. ഓക്കെ അപ്പം നമ്മളെ ഫാമിലിയിൽ എല്ലാരും ഇവിടെ ഉണ്ട്. റാശ സോ റാശ തന്നെ പറഞ്ഞു തുടങ്ങിക്കോളാം. കുറച്ച് നാള് മുന്നേ വരെ ഈ സിറ്റിയില് അവരെങ്ങനെ എടാ ബാബു ആ കൊട്ടുന്നതെന്ന് മാറി അവരെ നല്ലൊരു മൊമെന്റ് എടുത്ത് കളയാവാ. മൊമെന്റ് അല്ലേ മൊമെന്റ്സ് ആണ്. അവര് പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല. വാ അങ്ങോട്ട് വാ. കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മോസ്റ്റ് വാല്യൂ ഒരാളാണ്. എനിക്ക് നീ വേണം, ലൈഫ് ലോങ് എനിക്ക് നീ വേണം. പിന്നെ നമ്മളെപ്പോഴും പറയണ ഒരു കാര്യമുണ്ട്, എന്താ അത്, ഒരാൾക്ക് ഐ ലവ് യു എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇത് അറിയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത് യെസ് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്ര പേർക്ക് അത് അറിയാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇതുവരെ എൻ്റെ അടുത്ത് യെസ് എന്നോ അങ്ങനെ ഒരു വാക്കിനോ പറഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു മൊമെന്റിൽ അത് എത്തി നിക്കണം എന്നുണ്ടെങ്കിൽ ഓൻ എനിക്ക് തന്ന സ്നേഹവും ഓൻ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്ന് ഓൻ എന്നെ ഫീൽ ചെയ്യിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ വന്ന് നിക്കണത്. സോ ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് പോലും ഇനി വേണ്ട, അങ്ങനെ ഒരു സാധനത്തിലേക്ക് ഇനി പോവരുത് എന്ന് പറഞ്ഞ നിന്ന ആളാണ് ഞാൻ. അയ്യോ സോറി. അങ്ങനെ നിന്നൊരു സംഭവം ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് റീസൺ ഓൺ തന്നെയാണ്. സോ ഇതുവരെ ഞാൻ പറയാത്ത കാര്യം ഇപ്പൊ പറയുവാണ്. എനിക്കറിയാം നീ അതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഇപ്പോ ഈ മൊമെന്റിൽ എനിക്ക് പറയാൻ തോന്നുന്നതാണ്, ഐ ലവ് യു, വിൽ യു മാരി മീ? പറയുന്ന പറഞ്ഞില്ലേ ഒരു ഫോട്ടോ കാണാൻ പറ്റിയല്ലേ? സീരിയസ്ലി നിങ്ങളെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളെ ഹണിമൂൺ ട്രിപ്പ് നമ്മളെ വക അല്ലേ കുമ്പ? നമ്മുടെ ഗ്യാങ് ഹൗസില് നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് നമ്മുടെ ഗ്യാങ് ഹൗസിൽ വെച്ച് അതെ 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 അതെ.
ഓക്കെ അല്ലേ മേഡി? ഇല്ല അത് ഡബ്ല്യു നമ്മളെ മറ്റേ സാധനം ഹെറിറ്റേജ് പെമ്പിള്ളാരും ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഒരു പ്രത്യേക അറിയിപ്പ്. ഇനി മുതൽ നമ്മുടെ ഗ്യാങ്സില് പെൺപിള്ളേരെ കേറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മളെന്തായാലും തൽക്കാലത്തേക്ക് കളയാണ്. എന്ന് വെച്ച് കണ്ട വഴി കൂടെ പോകുന്ന പെൺപിള്ളേരൊക്കെ പിടിച്ച് കേറ്റിയ കുറച്ച് പെൺപിള്ളേര് ആരെ കാണുന്നു പറഞ്ഞാൽ ഇത് പൂരപ്പറമ്പല്ല ഗാംഗോസ്. കൊമ്പാച്ചന് റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ സിറ്റുവേഷൻ വേണം. ജിപ്സിനെ പോലെ ഗ്യാങ്സ് കയറൂല. അതിനിടെ ധീരപ്പെണ്ണെ കൊണ്ട് പ്രശ്നം കഴിഞ്ഞില്ലേ? വരണ്ടി ഞാൻ ട്രൈ എടാ ആ പീഡിക്കാര് അവർക്ക് ബൊക്ക കൊണ്ടുവരുന്നുണ്ട്. എന്തേരി നമ്മുടെ കല്യാണം ഇതുപോലെ ആരും നടത്തുള്ളൂ. എന്തായാലും നടത്തും. ബേബി കൊമ്പന്റെ കല്യാണം നമ്മളെല്ലാം കൊമ്പന്റെ കല്യാണം അവരൊന്ന് മൈൻഡ് ചെയ്യോ? പീഡിക്കാരൊന്ന് മൈൻഡ് ചെയ്യാൻ. നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല അവരെ. എടാ എല്ലാം സൈലന്റ്. പീഡിക്കാര് ഇവര് കാണാൻ വന്നിട്ടാ. എടാ കേക്കുന്നുണ്ടോ? റേഡിയോ സൈലന്റ്. നമ്മള് പീഡിക്കാര് നമ്മള് എടുത്തോട്ട് വേണം. ഹാപ്പി എൻഗേജ്മെന്റ് ഡേ. താങ്ക് യു. സോ ഇത് ഒരു കല്യാണം വരെ എത്തട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പല ശക്തികളും പലതും ഉണ്ടാകും. നിങ്ങൾ ഒത്തു നിൽക്കുക, ഒരുമിച്ച് നിൽക്കുക. എന്നില്ലെങ്കിൽ രണ്ടുപേരുടെ കല്യാണത്തിന് ഫണ്ട് ഇടാനുള്ള ഒരുമാതിരി തന്തയില്ലായ്മ കാണിക്കുന്ന പുണ്ടച്ചികളെ ഞാൻ ഒരു പരിപാടി നടക്കുമ്പോൾ അപരാധം കാണിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ. ഓരോരുത്തർ ഓരോ എഫേർട്ട് ഇട്ട് ചെയ്യുന്നതാണ്. എന്റെ കുണ്ണത്തരം കാണിക്കാൻ നിൽക്കുമല്ലോ ഓരോരുത്തന്മാരോടെ. ആർപ്പ് നടത്തുമ്പോ ആദ്യം കിട കൂടി അണ്ടിത്തരം കാണിക്കും. പുള്ളിക്കാരന്റെ വയലോട്ട് വെച്ചല്ലേ അപ്പോ ആസ് ഓഫ് നൗ നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഇതാണ്. നിങ്ങൾക്ക് ടോക്കൺ ഓഫ് ലവ് ആയിട്ട് നമ്മളെ തരുവാണ്. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദി ഗിഫ്റ്റ്. അപ്പോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അഗൈൻ ബെസ്റ്റ് വിഷസ് രണ്ടുപേർക്കും. എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആർക്കാണെങ്കിലും നമ്മുടെ കൂട്ടത്തില് ഏതൊരു പോലീസ് ഓഫീസറിനെയും ഏത് സമയത്തും വന്ന് കാണാം, സംസാരിക്കാം, കോൺടാക്ട് ചെയ്യാം. ഓക്കെ, റാഷ ഒരു സ്റ്റെപ്പ് മുകളിലോട്ടേക്കാവോ? ഇറങ്ങാനേ പറ്റൂ, ചാടിക്കാൻ പറ്റൂല. Thank you for coming. Blessing us. Thank you, sir. Sir, attention. ഓക്കെ, ഇതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫോട്ടോഗ്രാഫർ ഒക്കെ എടുത്തിട്ടുണ്ട്. പറഞ്ഞു നോക്കിയാൽ കേട്ടോ. അപ്പൊ ശരി എന്നാ, സന്തോഷം. എല്ലാ സാറന്മാർക്കും നമ്മുടെ ഫാമിലിയുടെ വക ഒരു നന്ദി. Anyway, thank you guys. Thank you for inviting us. Especially. Come on, catering boys. Back to work. ഒരു ചെറിയൊരു ഇത് പറഞ്ഞായിരുന്നല്ലോ കേക്കിന്റെ കേസ്. ഓക്കെ, അപ്പൊ എൻജോയ് ഗൈസ്. താങ്ക് യു. കഴിച്ചിട്ട് കൂടെ ബൈ.